വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ആരോ ഒരാൾ കൊളാക്കിയല്ലോ. അപ്പൊ ഞങ്ങളെല്ലാരും കൂടിയിട്ട് ഇന്ന് പെരിന്തൽമണ്ണ കണ്ണാശുപത്രിയിലേക്ക് പോകണം. അപ്പൊ എന്തിനാ പോണേ? ഇതാണ് നമ്മളെ ബാദൂസ്. ഇന്ന് ബാദൂസും കൂടി ഉണ്ട് നമ്മളെ വീഡിയോയില്. ബാദൂസിന്റെ ചാനലാണ്, ബാദൂസിന്റെ വീഡിയോ ആണ്, ഒക്കെ ബാദൂസിന്റെ ആണ്. അപ്പൊ നമുക്ക് പോകാം. അപ്പം മക്കളെ, നമ്മളെ ഈ യാത്ര പോകുന്നത് നമ്മൾ പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പോൾ ബാപ്പു പറയുന്നത് പോലെ തന്നെ, ബാപ്പു എന്ന് പറഞ്ഞാൽ നമ്മളെ ബാദൂസ് പറയുന്നത് പോലെ തന്നെ ആലിയാനെ കണ്ണ് ഡോക്ടറെ കാണിക്കാനാണ് നമ്മൾ പോണത്. ആലിയ 1ാം ക്ലാസ്സിൽ ഡോക്ടറെ കാണിച്ച് കണ്ണടക്കം വെച്ചിരുന്നു കേട്ടോ. അത് 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിൽ നിന്ന് മാത്രം ഉപയോഗിച്ചിട്ട് പെണ്ണത് പിന്നെ ഊരി വെച്ച്, പിന്നെ ഇന്ന് വരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണട എഴുതാനും വേണ്ടിയിട്ട്, അതായത് ആദ്യം പോയ അന്ന് 2-3 മരുന്ന് ഉറ്റിച്ച് അങ്ങനെ കണ്ണിൻ്റെ ഞരമ്പിനൊക്കെ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ചെക്കപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിനൊന്നും ഒരു തകരാറുമില്ല. ഇനി കാഴ്ച ശരിക്കും അറിയണം എന്നുണ്ടെങ്കിൽ മരുന്ന് ഉറ്റിച്ച് 5ാമത്തെ ദിവസം 3 ദിവസം കഴിഞ്ഞാലേ എല്ലാവർക്കും ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 5ാം ദിവസം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളെ തിങ്കളാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ വണ്ടിയിൽ ഒരുപാട് നിലയും വിളിയും ഒക്കെ ആയിട്ട് ഞങ്ങളിതാ പോവാണ്. വിശന്നിട്ടാണ് നമ്മൾ ആയിഷക്കാരിന് കേട്ടോ. നല്ലൊരു ഹോട്ടലിൽ നിർത്തി ഇങ്ങനെ പറയുന്നുണ്ട്. കുഞ്ഞിട്ടിക്കാക്ക് ഓടി നിർത്താതെ ഇങ്ങനെ കൊണ്ടുപോവാണ്. അതിന് ഒരുപാട് സമയമായി ഒച്ചപ്പാടുണ്ടാക്കുന്ന എന്നെ അടിക്കണമൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മൾ മലപ്പുറം എത്തിയിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ടോയെന്ന് നോക്കണം. പോകുന്ന വഴിയിൽ ഹോട്ടൽ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നല്ല പാകമായ ഒരു ഹോട്ടൽ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ കുട്ടികളും മക്കളൊക്കെ പോയതല്ലേ. അങ്ങനെ ഞങ്ങളിതാ ഏകദേശം മലപ്പുറം എത്താനായിട്ടുണ്ട്. ബാപ്പു പിന്നെ ഒരുവിധം അമർന്ന് നിൽക്കും, കാരണം ഓനക്ക് ഓൻ്റെ ഉപ്പച്ചിൻ്റെ പേടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നിലയും വെളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് തന്നെയാണ്, മലപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് കേട്ടോ. ഒരു ചീനിഞ്ചോട്ടിലാണ് ഈ ഒരു ഹോട്ടൽ. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഇലയിട്ടു. നമ്മളെ സാധാ സംബന്ധിയെ കയറട്ടോ. തിന്നൂടെ? നാളെ പോയപ്പോൾ സ്കൂളിലേക്ക് എല്ലാവർക്കും നന്നായി വിശന്നിരുന്നു. എല്ലാവരും ഇട്ട ചോറ് എല്ലാവരും കഴിച്ചുട്ടോ. അവനക്കിട്ട ചോറ് എല്ലാവരും കഴിച്ചു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര തിരക്കാണ് കേട്ടോ ആ ഹോട്ടലിൽ. പോലീസുകാരൊക്കെ വന്നിട്ട് അവർക്കൊന്നും ഭക്ഷണം ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ല. അവരൊക്കെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആൾക്കാർ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഹോട്ടലിലേക്ക്. ഇതാ കണ്ടോ, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ആ ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി കയറിയിട്ട് നമ്മൾ നേരെ ഇനി പെരിന്തൽമണ്ണക്കാണ് കേട്ടോ പോണത്. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പാലം എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയാണെന്നാണ് തോന്നുന്നത്, അവിടെ തന്നെയാണ്. ഭയങ്കര തിരക്കാണ് ഈ അങ്ങാടിപ്പുറം പാലം.
അവിടെ ഭയങ്കര ബ്ലോക്ക് കാരണം എപ്പോഴും കുറേ സമയം അവിടെ നിൽക്കണം. അങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുണ്ട് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് നല്ല നല്ല വീഡിയോസുകളും കുക്കിങ്ങും ടിപ്സുകളും എല്ലാം ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ല കേട്ടോ. പെരിന്തൽമണ്ണ കണ്ണാശുപത്രീൻ്റെ മുന്നിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാലത്തെ പരിചയമുണ്ട് കേട്ടോ. ഉമ്മാനെ ഉപ്പാനെ ഇളച്ചിനെ എൻ്റെ മക്കൾ എൻ്റെ വലിയ മോളെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോഴിക്കോട്ടേക്ക് എടുത്ത ബുക്കിങ് ഞാൻ ഈ അൽസലാമയ്ക്ക് എടുത്തത്. എനിക്കിവിടെ പരിചയമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങളിവിടെ കാണിച്ചു. ഇനിയിപ്പോൾ അവൾക്ക് കണ്ണടക്ക് എഴുതും ഇന്ന്. അപ്പോൾ കണ്ണടക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇതാ ഒ പിയിൽ വന്നിട്ട് നമ്മളിത് അവിടുന്ന് എടുക്കുന്നുണ്ട്. ഒ പിയിലല്ല, റിസപ്ഷനിൽ വന്നിട്ട് ഷീറ്റ് എടുത്ത് നമ്മൾ നേരെ ഡോക്ടറെ കാണിക്കാനായിട്ട് ഇതാ അവിടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നായിട്ട് 2-3 സ്ഥലത്തുനിന്ന് അവളെ ചെക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു, കാഴ്ച പരിശോധിക്കാനുണ്ടായിരുന്നു. പിന്നെ ആലിയ 12 വയസ്സായ മോളാണെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർമാർക്കും എല്ലാവർക്കും അത്ഭുതമാണ് കേട്ടോ. അവൾ നീളും തടിയൊന്നും ഇല്ലാഞ്ഞിട്ട് അവൾക്ക് ദേഷ്യമാണ് അത് കേൾക്കുന്നത്. അവൾ പറയുങ്ങളൊന്നും ഉണ്ടാകുന്നതാണെന്ന് പറയും. പക്ഷെ ഞാനല്ല പറയുന്നത്, സിസ്റ്റർമാർ തമ്മിൽ ഇങ്ങനെ പറയും, ആ കുട്ടിക്ക് 12 വയസ്സോ, ആ കുട്ടിക്ക് 12 വയസ്സോ എന്ന് നോക്കും. ഓളി നോക്കും, ഇനിയും നോക്കും, അങ്ങനെ മാറി മാറി നോക്കും. അങ്ങനെ അവിടുന്ന് ഇതാ ചില്ലൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്, അവളെ വായിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ചതിന് ശേഷം പിന്നെ കണ്ണട സെലക്ട് ചെയ്യാനായിട്ട് അവിടെ കണ്ണടൻ്റെ സ്ഥലത്തേക്ക് പോയിട്ടോ. ഇവിടുന്ന് വാങ്ങണോ പുറത്തുനിന്ന് വാങ്ങണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ ഏതായാലും അവിടുന്ന് തന്നെ വാങ്ങി. 3500 രൂപയായി കണ്ണടക്ക്. ഓൾ പറയുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് ഏതായാലും. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ അറബികളുണ്ട് കേട്ടോ. ഈ അറബികൾക്ക് പറഞ്ഞിട്ടും തിരിയണില്ല. ഓരോരുത്തർ തർജ്ജമ ചെയ്യാണ്ട്. ഇതാണ് ഓൾ അലയാക്ക, അതായത് ബാദൂസിൻ്റെ ഉപ്പച്ചിട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഉള്ളേ. ഏകദേശമൊക്കെ വീഡിയോ കഴിഞ്ഞു തുടങ്ങിയിങ്ങനെ കാണിക്കലും കണ്ണട വാങ്ങലും ഓർഡർ കൊടുക്കലും ഒക്കെ. ഇനി കണ്ണട നമ്മൾക്ക് ഒരു കൊറിയർ അയക്കുക ചെയ്യാം. അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ. ഇനി എന്തൊക്കെയാ നടക്കുന്നതെന്നൊന്നും നമുക്ക് കാണാം. ഹലോ, ഞങ്ങളോട് കൃഷ്ണനെ കാണിച്ചിട്ടെ. സിസ്റ്റർമാരൊക്കെ പോവൽ തുടങ്ങി. നമ്മൾ പോവാ. കുഞ്ഞിട്ടിക്കാക്ക ബ്രേക്ക് കുടിച്ചപ്പോ ആയിഷാന്റെ പല്ല് പോയോ. കാട്ടിക ആട്ടിക ആയിഷ ആയിഷ ഇവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചെരുപ്പ് കടയിൽ കയറിയിട്ട് നമ്മൾ പറഞ്ഞ ചെരുപ്പ് നോക്ക് പറ്റണില്ല. ഓള് പറഞ്ഞ ചെരുപ്പാണെങ്കിൽ സ്കൂൾക്ക് മദ്രസക്ക് ഇടാൻ പറ്റുന്നതല്ല. ഓക്ക് പുതിയണ്ണിൻ്റെ ചെരുപ്പ് വേണം, അതായത് കല്യാണത്തിനൊക്കെ ഇടുന്ന സൈസ് ചെരുപ്പ് വേണം, ലെതർ വേണം, ഈൽ ചെരുപ്പ് വേണം, ബൂട്ട് വേണം. ഇതൊക്കെയാണ് ഓളെ ആവശ്യങ്ങൾ കേട്ടോ. അത് എടുത്തു കൊടുക്കാഞ്ഞിട്ടാണ് ഭയങ്കര കരച്ചിൽ. ഏതായാലും ഓൾക്കും ആലിയാക്കും ആയിഷാക്കും ബാദൂസിനും എനിക്കും നമ്മൾ അവിടുന്ന് ചെരുപ്പ് എടുത്തിട്ടോ. ഇത് എവിടെയെന്ന് അറിയില്ല, മലപ്പുറത്തൊന്നും എത്തിയിട്ടില്ല കേട്ടോ. പെരിന്തൽമണ്ണെന്ന് പോന്നിട്ടേ ഉള്ളൂ. ആ വഴിയിൽ നല്ലൊരു കട, നല്ല കട അല്ല, ഞങ്ങൾക്ക് വണ്ടി നിർത്താനും പിന്നെ മഴ കുറച്ച് വിട്ട് നിന്നപ്പോഴും നമ്മൾ അവിടെ ഒരു പാകമായൊരു കട കയറിയതാണ്. കുറേ സമയം തിരഞ്ഞു കേട്ടോ, ആ ചെരുപ്പ് ഈ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും ഞാനൊരു ചെരുപ്പ് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ആലിയ പിന്നെ ആയിഷ ഇവിടെ കരണിച്ച് അവിടെ ക്യാമറയും പിടിച്ചും കൊണ്ട് അങ്ങനെ നടക്കുകയാണ് അത് ഒപ്പിയെടുക്കാനായിട്ട്. അപ്പോൾ ചെരുപ്പ് കടയിൽ കയറിയ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്താ ഉള്ളത് വെച്ചാൽ ഇനിയൊരു കൂൾ ബാറിൽ കയറിയ കഥയാണ്. അവിടെ ഇതുപോലെ തന്നെ
നമ്മൾ പറയുന്ന ജ്യൂസും നമ്മൾ പറയുന്ന അവിൽ മിൽക്കൊന്നും ആയിഷക്ക് വേണ്ട. ആയിഷ കുറേ ഒച്ചപ്പാടുണ്ടാക്കി. പിന്നെ എനിക്കൊരു ബട്ടർ സ്കോച്ചോ മറ്റേ എനിക്കത് അറിയുള്ളൂ, അതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ മതി എന്നാണ് പറഞ്ഞപ്പോൾ പിന്നെ അതിന് കുടിച്ചു. പിന്നെ മറ്റവരൊക്കെ എന്താ പിസ്ത മാംഗോ ഒക്കെ ആക്കിട്ടോ, പക്ഷെ അതൊന്നും രസമില്ല. ഇനി എൻ്റെ ബട്ടർ സ്കോച്ചാണ് രസമുണ്ടായത്. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആലിയാൻ്റെ കയ്യിലാണ് ക്യാമറ. അപ്പം ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അവള്. നല്ല മഴ പുറത്ത് വരുന്നുണ്ട്, പെയ്യുന്നുണ്ട്. മലപ്പുറം പ്രീതി ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിലാണ് ഈ ഒരു കൂൾ ബാർ ഉള്ളത് കേട്ടോ. ഇവിടെ ഞങ്ങൾ മരുമോനും മക്കളും ഞാനും ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. എല്ലായിടത്തും വെയിറ്റിംഗ് ആണ്, സഹിച്ചൂടാത്ത. ഓല പറഞ്ഞിട്ടും കാര്യമില്ല. ഓല് നമ്മളെ ഓർഡറിനനുസരിച്ച് സാധനം എടുത്തു കൊടുക്കാതെ വെറുതെ ഇങ്ങനെ വേസ്റ്റാക്കി വെക്കാൻ പറ്റൂലല്ലോ. പുറത്ത് നല്ല മഴ കേട്ടോ, അലാക്കിൻ്റെ മഴയാണ് പെയ്യുന്നത്. ഏതായാലും ഇതേ മഴയും തണുപ്പുള്ള സമയത്താണ് നമ്മൾ ഈ ഒരു അവിൽ മിൽക്ക് കുടിക്കുന്നത്. എനിക്ക് ഞാൻ ചോദിച്ചപ്പോൾ ചായ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ വലിയ കളിയാക്കുക. അവിൽ മിൽക്കിൻ്റെ കട വന്നാണ് നിങ്ങൾക്ക് ചായയാണെന്ന് പറഞ്ഞുകൊണ്ട്. എത്ര